ഗുണ്ടകളൊക്കെ ആഘോഷിക്കണ്ടേ. അപ്പൊ അവര് എന്തേലും ഒരു ഇതില് ജയിലിൽ പോയെന്നും പറഞ്ഞ അവരെ ആഘോഷങ്ങൾ ഇതാക്കാൻ പറ്റും. ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് ഇവരിങ്ങനെ ഗുണ്ട പരിപാടിയായിട്ടും കൊട്ടേഷൻ സംഘമായിട്ടും ഇങ്ങനെ ആൾക്കാർ ഫാമിലിയായിട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ആ ഒരു അവസ്ഥയിലൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രിയിലായാലും നമ്മുടെ പെങ്ങളായാലും ഭാര്യയായാലും നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവിടെ ഒരു സമാധാനവും ഇല്ല മോനെ. മറ്റേ വേറെ വേറെ ആൾക്കാരോടെ ഉണ്ട്. അവർക്ക് ഒരു ഗുണ്ടയ്ക്ക് ഒരിക്കലും ഗുണ്ടായിസം നടത്തുന്നവർക്ക് ഒരിക്കലും ഒരു സൊസൈറ്റിയെ സമാധാനപ്പെടുത്താൻ പറ്റത്തില്ല. അടുത്തറിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഗുണ്ടകളെന്ന് പറയുന്നവരൊന്നും ചില കാര്യം അടുത്തറിഞ്ഞിട്ടുമ്പോൾ അവരെ ഉള്ളിൽ പൊട്ടി പല ജയിലുകളിൽ പൊട്ടിക്കിടന്ന പല ഗുണ്ടകളും പല രീതിയിൽ നമുക്ക് അറിയാം. എവർക്കും ഹൃദ്യമായ നമസ്കാരം. കേരളത്തിലെ 2-3 ദിവസത്തെ വാർത്തകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ഗുണ്ടകളുടെ വിളയാട്ടമാണെന്നാണ്. കാരണം ഈ 2-3 ദിവസം കൊണ്ട് കേരള പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് 5000-ലധികം ഗുണ്ടകളെയാണ്. അതുപോലെ തന്നെ ഇവർ ജയിൽ മോചിതരായതിനു ശേഷം ആഘോഷ രാവുകൾ നടത്തുന്നു. ഒരു സൈഡിൽ മദ്യമയക്കുമരുന്ന് മാഫിയ, മറു സൈഡിൽ ഈ ഗുണ്ടകൾ. നമ്മൾ ചോദിക്കുന്നു, കേരളം ഇവരുടെ പിടിയിലും. ചേട്ടാ, നമ്മുടെ നാട്ടിലെ ഒരുപാട് ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അതേ കണക്ക് അവരൊക്കെ ജയിലിൽ നിന്ന് ഇറങ്ങിയ ശേഷം ആഘോഷം നടത്തുന്നു, പോലീസിനൊന്നും പേടിയില്ലാതെ. ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് കേരളം ഗുണ്ടകളുടെ പിടിയിലാണ് തോന്നുന്നത്. കേരളം ഗുണ്ടകളുടെ പിടിയിലാണെന്ന് വെച്ചാൽ ഇപ്പൊ ഗുണ്ട വിളയാട്ടം കൂടിക്കൊണ്ടിരിക്കുകയാണ്. സാധാരണപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, സമാധാനം സ്വസ്ഥമായിട്ട് കഴിയുന്നു. അപ്പൊ അവർക്ക് ഏത് നിമിഷം ഈ ഗുണ്ടയുടെ ആക്രമണം പ്രതീക്ഷിക്കാം. നമ്മുടെ പോലീസ് സ്ട്രോങ് അല്ല, പക്ഷെ അവരെങ്കിലും കുറെ ആൾക്കാരെ പിടിക്കുന്നുണ്ട് അനേകം. പിന്നെ ഇപ്പോഴത്തെ ഈ മയക്കുമരുന്നും കഞ്ചാവും ആ കാലഘട്ടമായിപ്പോയി. പിള്ളേർ അങ്ങോട്ട് തിരിഞ്ഞുപോയി. ആ പിള്ളേർ വീണ്ടും സ്പോർട്സിലോട്ട് തന്നെ വിടണം, സ്പോർട്സിലോട്ട് വിടണം. അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരുടെ വഴി പക്ഷെ ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ നമുക്ക് കാണുന്നല്ലേ, 8 വയസ്സ് 10 വയസ്സ് 15 വയസ്സുള്ള പിള്ളേർ വരെ ഇവിടെ അറിയുന്നല്ലേ. അന്നേരം ഈ കഞ്ചാവിന്റെ ഉപയോഗം തന്നെയാണ് അവരെ അക്രമസക്തരാക്കുന്നത്. പിന്നെ അല്ലാതെ കഞ്ചാവ് വരുമ്പോഴല്ലേ നമുക്ക് സ്വബോധം പോകുന്നത്. അല്ലാതെ എങ്കിൽ പിന്നെ അല്ലെങ്കിൽ വിഷയം വരത്തില്ലല്ലോ. എല്ലാവരിലേക്കും കഞ്ചാവ് ഈസി ആയിട്ട് ആക്സസ് ആയിട്ട് കിട്ടുന്നുണ്ടല്ലേ? പിന്നെ സുലഭമായിട്ട് കിട്ടുന്നുണ്ട്, എല്ലാവർക്കും ഇവിടെയും കിട്ടുന്നുണ്ടല്ലോ. സാധനം പിടിക്കുന്നെങ്കിലും സാധനം സുലഭമായിട്ട് വിപണിയിൽ ഒഴുകുന്നുണ്ട്. അതാണ് ഈ പ്രശ്നം. നമുക്ക് പോലീസും പിടിക്കുന്നുണ്ട്, എങ്കിലും പോരാ. നമ്മുടെ സ്ട്രോങ് ആക്കണം. നമ്മൾ സ്ട്രോങ് ആക്കിയാലോ നമ്മുടെ പിള്ളേരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഇനി വരും തലമുറയെങ്കിലും നമുക്ക് നല്ലൊരു തലമുറ വാർത്തെടുക്കണം. അല്ലെ, ക്രമസമാധാനം പൊതുവെ അത്തരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും സൊസൈറ്റിയെ സമാധാനപ്പെടുത്താൻ പറ്റത്തില്ലല്ലോ. അവർക്ക് ഒരു ഗുണ്ടയ്ക്ക് ഒരിക്കലും ഗുണ്ടായിസം നടത്തുന്നവർക്ക് ഒരിക്കലും ഒരു സൊസൈറ്റിയെ സമാധാനപ്പെടുത്താൻ പറ്റത്തില്ല. അപ്പോൾ അതിന് തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള നടപടികൾ ഉദ്യോഗസ്ഥന്മാരും മിനിസ്റ്റർ ലെവലും എല്ലാവരും എടുക്കേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം നമുക്ക് ആകെ ഉള്ള ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ആണ്. അപ്പൊ എനിക്ക് എന്ത് വന്നാലും എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഗവൺമെന്റ് ആണ് എൻ്റെ ഒരു ഫീൽ ഉള്ളതുകൊണ്ടാണ് എനിക്ക് ഏത് സമയത്തും ഏത് രാത്രിയായാലും ഏത് പകലായാലും എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു ട്രസ്റ്റ് ഫാക്ടറി എനിക്കുണ്ട് ഇപ്പോഴും. ഓക്കെ, അപ്പൊ അത് തകരാൻ പാടില്ല. അത് എല്ലാവരുടെയും ആവശ്യമില്ലേ. നമുക്ക് എന്ത് വിഷയം ഉണ്ടെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഗവൺമെന്റ് അല്ലേ. നമുക്ക് ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ ഏത് രാത്രിയും പകലും നമുക്ക് ഇറങ്ങി പോകുന്നത്. അപ്പൊ അത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രമസമാധാനം ബാധിക്കുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണമല്ലേ. അതാണ് എനിക്ക് പറയാനുള്ളത്. ഗുണ്ടകളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കെന്താ ഫലം? എനിക്ക് ഫലമൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നം ഉള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഇവിടെ ഒരു സമാധാനവും ഇല്ല മോനെ. മറ്റേ വേറെ വേറെ ആൾക്കാരോടെ ഉണ്ട്. ഗുണ്ടയുടെ പുറകിലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. ഒരെണ്ണം മതി എല്ലാത്തിനും പുറകെ പിന്നിൽ വരാൻ. അമ്മയ്ക്ക് ഏതെങ്കിലും ഗുണ്ടകളെ പരിചയമുണ്ടോ? ഗുണ്ടകളെ പരിചയം ഉണ്ടെങ്കിൽ നമ്മള് അത് ചെയ്യാൻ പോകുന്നില്ലല്ലോ ഒന്നും. നമ്മൾ അവർ ഒളിച്ചും പുറത്തും ഇരിക്കുന്നവരെ നമുക്ക് എങ്ങനെ പിടിക്കാൻ പറ്റും? അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ അമ്മയ്ക്ക്? ഇവിടെ എപ്പോഴും ശല്യമാ. ഞാൻ വടിയെടുത്ത് വെച്ചോണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പിന്നെ എനിക്ക് എപ്പോഴും ഇവിടെ ശല്യമാണ്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇവിടെ നമ്മള് സന്ധ്യക്കും രാവിലെ ഒന്നും മുട്ട വയ്ക്കാൻ പറ്റത്തില്ല. ആൾക്കാരുടെ ശല്യം. ഒരാൾ വിടും. അപ്പം അവര് വന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോഴത്തേക്ക് അവർക്ക് സന്തോഷം. ഞാൻ ഇവിടെ എണ്ണിച്ച് പോകുമല്ലോ. ഞാനൊന്നും പോത്തൊന്നുമില്ല. മഴയുണ്ട് ഞാൻ വെക്കാത്തത്. മഴ തീർന്നാൽ ഞാൻ വെക്കും. എനിക്ക് ഗുണ്ടകളെ ഒന്നും വിഷയമില്ല. ഞാൻ ഇന്ന് മരിച്ച നാളെ രണ്ടെന്ന് പറഞ്ഞാൽ നിൽക്കുന്നതാണ്. ഒരിക്കലും അവരാഘോഷിക്കണ്ട ജയിലിൽ പോയെന്നും പറഞ്ഞു. ഒന്നുമില്ല, നമ്മളൊരു ടീമല്ലേ. നമുക്കറിയാല്ലേ. പറഞ്ഞോ. ചോദ്യം ചോദിക്കണം. ഗുണ്ടകളൊക്കെ ആഘോഷിക്കണ്ടേ. അപ്പൊ അവര് എന്തേലും ഒരു ഇതില് ജയിലിൽ പോയെന്നും പറഞ്ഞ അവരെ ആഘോഷങ്ങൾ ഇതാക്കാൻ പറ്റും. ഗുണ്ടകൾക്കും ആഘോഷിക്കണം. എല്ലാവർക്കും ആഘോഷിക്കണം, ഗുണ്ടകൾക്കല്ല എല്ലാവർക്കും ആഘോഷിക്കണം. അതായത് കേരളം ഒരു ഗുണ്ടകളുടെ പിടിയിലാണെന്ന് പറയാൻ പറ്റൂ? ഇല്ല, കേരളം അല്ലാതെ നടക്കൂല്ലേ. ഗുണ്ടകളുടെ പിടിയിലല്ല. അല്ല, പോലീസ് അറസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഗുണ്ടകളിൽ നല്ലവരായ ഗുണ്ടകളും അല്ലാത്തവരും ഉണ്ട്. അങ്ങനെ അതെനിക്കറിയത്തില്ല. നമ്മള് ഗുണ്ടകളായിട്ട് കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കതറിയത്തില്ല. ഇപ്പൊ ഇറങ്ങിയ പടമാണ് ആവേശം. അതിനകത്ത്
ഫഹദ് ഫാസിലിന്റെ റോൾ എന്തോ അതെ. ഗുണ്ടയാണ്, ആ. ഒരു വാടക ഗുണ്ടയാണ്. ആ. പക്ഷെ അത് കണ്ട് നമ്മൾ കൈയടിക്കുന്നില്ലയോ? പക്ഷെ അതിനെ മലയാളി നമ്മള് ചിന്താഗതി വേറെ രീതിയിലാണ്. അല്ല, അത് കണ്ടിട്ടാണ് അനുകരിച്ചിട്ട് ഒരാൾ ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം അതേ രീതിയിൽ ആഘോഷം നടത്തിയത്. അത് സിനിമ കാണുമ്പോൾ കൈയടിക്കുകയും ചെയ്യും, ഇവിടെ കാണുമ്പോൾ നമ്മൾ കുറ്റം പറയുന്നത് മോശമല്ലേ? അപ്പൊ അത് അവര് ആ സിനിമയുടെ ആഘോഷിക്കുന്നതുകൊണ്ട് യാതൊരു വിഷയമില്ല, അതൊരു വിഷയം വെച്ചാൽ മറ്റൊരാൾക്ക് ഇതുണ്ടാവാൻ പാടില്ല, ശല്യം ഉണ്ടാവും. ശല്യം ഉണ്ടാവാൻ പാടില്ല. അവർക്ക് ജില്ലയാ അവര് ശൂന്യമായിട്ട് കിടന്ന ഒരു വയലില് അവര് പോയി ആഘോഷിച്ച് ആർക്കും ഒരു ശല്യവും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അവരാഘോഷിച്ച് അവര് വഴിക്ക് പോയി. അത്രേ ഉള്ളൂ. അതിനപ്പോ നമ്മള് തെറ്റു പറയേണ്ട കാര്യമില്ല, അവർക്കും ആഘോഷിക്കാം. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ, എന്ത്? നിങ്ങളുടെ ഗുണ്ടാ ടീമിന്റെ പേരെന്താ? നമ്മള് ഗുണ്ടകളിലില്ല. എന്റെ പൊന്ന നമുക്ക് എന്തിനാണ് Thank you, sir. Thank you, thank you. ഉണ്ട്, പ്രശ്നങ്ങളേ ഉള്ളൂ കേരളത്തിൽ. എല്ലാ പ്രശ്നങ്ങളില്ലാതെ വേറെ ഒന്നും തന്നെ ഇല്ല. എവിടെ നോക്കിയാലും പ്രശ്നങ്ങളും വെട്ടും കുത്തും പിടിച്ചുപറിയും. ബീച്ചിൽ പോലും വന്ന ആൾക്കാരെ വളരെ ശല്യം ചെയ്യുന്ന ഒരു ചുറ്റുവശത്ത്. അപ്പൊ ആഭ്യന്തര പരാജയമാണെന്നാണോ പറയുന്നത്? ആഭ്യന്തരം പരാജയം എന്ന് വെച്ചാൽ പോലീസിനെ കൊണ്ടൊന്നും ഒന്നിനും ഒരു ഗുണമില്ലാത്തൊരു പൊസിഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അവര് അടിയടക്കുകയാണെങ്കിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അടിയൊക്കെ അടിച്ച് തീരിട്ട് പിന്നീട് വന്ന ഒരു പ്രശ്നം എന്തുവാന്ന് പരിഹരിക്കുക അവരെ ചുറ്റും. അങ്ങനെയാണ് ഇപ്പോഴത്തെ പോക്ക്. ആഭ്യന്തരം എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ പോലീസിന്റെ വേട്ടയെന്ന് വേണം പറയാൻ. അല്ലാതെ നാട്ടുകാരെ കാട്ടി ഇപ്പം ശല്യം പോലീസാണ്. തീർച്ചയായും ഉണ്ട്, ഗുണ്ടകളെ വിളയാട്ടം തന്നെയാണ്. ഒരു ഗുണ്ട മതക്കേസിന്റെ പ്രതി തന്നെ ഇറങ്ങിയിട്ട് ആവേശ സിനിമ മോഡൽ ആഘോഷം നടത്തുന്നുണ്ട് നമ്മൾ ഓൺലൈൻ ടിവിയിലൊക്കെ ചാനലിലൊക്കെ. അപ്പൊ അത്തരത്തിലുള്ള ക്രമസമാധാന പ്രശ്നം ഉണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അത്യാവശ്യം ഉണ്ട്. ഇപ്പോൾ ഇത് നമ്മളെ ഭരണകൂടം തന്നെ അതൊന്ന് ശരിയാക്കണം. നമുക്ക് അങ്ങനൊന്നും ഫീൽ ചെയ്തിട്ടില്ല. നമുക്കിപ്പോഴും പഴയ പോലെ തന്നെ പറ്റുന്നുണ്ട്, യാത്ര ചെയ്യാനും എടുക്കാനും എല്ലാം പറ്റുന്നുണ്ട്. ക്രമസമാധാന പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നില്ല. ആഭ്യന്തര പരാജയമായിട്ട് തോന്നുന്നില്ല. പരാജയമാണോന്ന് ചോദിച്ചാൽ അത് നമുക്ക് അറിയത്തില്ല. കാര്യം നമുക്ക് അനുഭവം വരുമ്പോഴല്ലേ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ, ഇല്ല നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. ക്രമസമാധാന പ്രശ്നമുണ്ട് എന്ന് കരുതുന്നുണ്ടോ? കരുതുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? സമാധാനമില്ല, സമാധാനം സമാധാനമില്ല. ഇത്തരത്തിൽ ഇപ്പം മാതാപിതാക്കന്മാരെ തന്നെ ആയാലും ഈ ലഹരി മരുന്ന് കഴിച്ച് കൊല്ലുക, ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഒരു തോന്നില്ല, അതിനൊക്കെ ഒരു അർത്ഥയും വരുന്നില്ല. അതിനൊക്കെ ഒരു തോന്നുണ്ടാകണം. ലഹരി മാഫിയയുടെ കൂടുതലാണ് ഇപ്പം. 3 ദിവസം കൊണ്ട് 5000-ലധികം ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ലഹരി മാഫിയ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് കേരളത്തിൽ ക്രമസമാധാന പ്രശ്നം ഉള്ളതായി തോന്നുന്നുണ്ടോ? പിന്നെ തോന്നുന്നുണ്ട്. അത് ഇന്നും ഇവിടെ ഇന്നലെ അങ്ങോട്ട് പിടിച്ചായിരുന്നില്ല, ഇവിടുന്ന് എറണാകുളത്ത് നിന്ന്. അങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായി തോന്നുന്നുണ്ട്. കേരളത്തിൽ ക്രമസമാധാന പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? വലുതായിട്ടില്ല, എന്നാലും ഉണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും ഒരു കഥ പറയാനുണ്ടോ? കഥ പറയാനായിട്ടൊന്നുമില്ല. നമ്മളിഞ്ഞും പറഞ്ഞിട്ട് പിന്നെ അവർക്ക് ഇതായാലോ നമ്മളെ സ്പെസിഫിക് ചെയ്തു പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാലും ആ പ്രശ്നം ഉണ്ട്. പ്രശ്നം വലുതായിട്ട് ഇപ്പൊ കൊല്ലത്തില്ല, വേറെ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇവിടെ ഇപ്പൊ വലിയ ശല്യമില്ല. 5000-ലധികം ഗുണ്ടകളെ 3 ദിവസം കൊണ്ടൊക്കെ അറസ്റ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ഈ ഭാഗത്ത് എത്ര വലിയ പ്രശ്നങ്ങളായിട്ട് തോന്നുന്നു. ഇവിടെ മുഴുവൻ കേരളത്തിൽ പൊതുവെ ക്രമസമാധാന പ്രശ്നം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഇതിലൊക്കെ കണ്ടതല്ലേ, എറണാകുളത്തും അവിടെ ഇവിടെ പൊതുവേ ഉണ്ട്. തിരുവനന്തപുരത്ത് ഇവിടെ ഇത്തിരി സമാധാനമുണ്ട്. നമ്മുടെ നാട്ടിലെ ഇപ്പൊ 2-3 ദിവസം കൊണ്ട് 5000-ലധികം ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്നു. അത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്രമസമാധാന തകർച്ചയുണ്ടോ? ആഭ്യന്തര പരാജയമാണെന്ന് തോന്നുന്നുണ്ടോ? അത് നല്ല കാര്യമല്ലേ. ആഭ്യന്തര പരാജയമാവുന്നതോ? പരാജയമാവത്തില്ല. ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്നത് നല്ല കേരളമായി മാറും. ഒരു ഇത് ക്രമസമാധാന തകർച്ച ഉണ്ടായെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല അങ്ങനെ തോന്നുന്നില്ല. നല്ലത്. ഞാൻ ഈ പറയുന്ന കണക്ക് ഇവരെയൊക്കെ അമർച്ച ചെയ്യണം, ഇവരെ ശരിയാക്കണം. ഇവര് കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പെങ്കൊച്ചിന് പോലും റോഡിൽ കൂടെ ഇറങ്ങി നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ആ ഒരു അവസ്ഥയിലൊക്കെ എന്ന് പറഞ്ഞാൽ രാത്രിയിലായാലും നമ്മുടെ പെങ്ങളായാലും ഭാര്യയായാലും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഇവരെ അമർച്ച ചെയ്യണം. ഇവരെ ഈ ശിക്ഷ ശരിയാവത്തില്ല. നമ്മുടെ കേരളത്തിലെ ശിക്ഷ ഇവരുടെ ശരിയാവത്തില്ല. ഇവരെ കുറേ നാൾ തീറ്റി പോറ്റിയിട്ട് ഇവരെ അങ്ങ് വിടുക. അപ്പം അതുകൊണ്ട് ഒരിക്കലും ആ ഒരു ശിക്ഷ ശരിയല്ലത്. ഇവരെ അന്നേരം ഇപ്പം അവന് കൊടുത്തോണക്കുള്ള ശിക്ഷ കൊടുക്കണം. അതാണ് വേണ്ടത്. കാര്യം നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്ക് ഇറങ്ങി നടക്കാനുള്ള ഒരു സൗകര്യം വേണം. അത്രേ വേണം. സ്വസ്ഥത വേണം, സമാധാനം വേണം. അത്രേ ഉള്ളൂ. നമ്മുടെ ഇവിടെ കേരളത്തിൽ 2-3 ദിവസങ്ങളുടെ പത്രങ്ങൾ നോക്കുന്ന സമയത്ത് ഒരു 5000-ലധികം ഗുണ്ടകളെയൊക്കെ അറസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിലാവുമ്പോൾ ഗുണ്ടകളുടെ ഒരു ഇതുണ്ടോ കേരളത്തിൽ അത്രയധികം? ഗുണ്ടകൾ പറഞ്ഞാൽ ഇപ്പം ലഹരി മാഫിയ, ലഹരി സംഘമാണ്. ഇപ്പോൾ ചെറുപ്പക്കാർ വരെ ലഹരി ഉപയോഗിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്. അവർ പ്രോപ്പറായിട്ട് അവർ ജോലി ചെയ്യുന്നില്ല, അവർ വിദ്യാഭ്യാസം ചെയ്യുന്നില്ല. അവർ ഇങ്ങനെ ലഹരി ഉപയോഗിച്ച് ഇവരിങ്ങനെ ഗുണ്ട പരിപാടിയായിട്ടും കൊട്ടേഷൻ സംഘമായിട്ടും ഇങ്ങനെ ആൾക്കാർ ഫാമിലിയായിട്ട് പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ്.
പല സ്ഥലങ്ങളിലും ഇവര് രാത്രി കാലങ്ങളിൽ ഇവരെ വിഹാരമാണ് റോഡിലാണെങ്കിലും ബീച്ചിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലും. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. കേരളത്തിലൊരു ആഭ്യന്തര പരാജയമായിട്ട് തോന്നുന്നുണ്ടോ? ആഭ്യന്തരം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. എന്ന് വെച്ചാൽ പോലീസൊന്നും പ്രോപ്പറായിട്ട് ചെക്കിങ്ങോ ഇവരെ നിയന്ത്രിക്കുന്നതിൽ ഒരു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. കുറച്ചു കാലമായിട്ട് അത് തന്നെയാണല്ലോ. അപ്പോൾ അവരുടെ അന്വേഷണങ്ങൾ നടക്കുന്ന എന്തൊക്കെയോ ഓർഡറുകളൊക്കെ വന്നതല്ലേ. എന്നിട്ട് എന്തായി? കേരള ആഭ്യന്തര പരാജയമായിട്ട് തോന്നുന്നു. പരാജയം എന്ന് പറഞ്ഞാൽ പോലീസ് ശ്രമിക്കാഞ്ഞിട്ടല്ല. കേരള പോലീസ് ശ്രമിച്ചാൽ ചെയ്യാവുന്ന കാര്യങ്ങളെ ഉള്ളത്, ഒതുക്കാൻ കഴിയും. കേരളം ഗുണ്ടകളുടെ പിടിയിലല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നും ഇപ്പോൾ ഈ ഇന്റർവ്യൂ ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം അല്ലല്ലോ. സാധാരണ രീതിയിൽ ജീവിക്കുന്നവരുണ്ട്, ഗുണ്ട രീതിയിൽ ജീവിക്കുന്നവരുണ്ട്. അത് അവരെ രീതിയിൽ പോലീസുകാരും ബാക്കിയുള്ള നിയമപരമായുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ നമുക്ക്. പിന്നെ ഒരു വിഭാഗം ആൾക്കാർ അങ്ങനത്തെ ഒരു ലൈഫിലോട്ട് അവർ മാറിപ്പോണതാണ്. അല്ലാതെ അവരുടെ സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങൾ കൊണ്ട് മറ്റുള്ള ഒരു മേഖല ഒരു വട്ടം ജയിലിൽ പോയിട്ട് വന്നാൽ അവർക്കൊരു അടുത്ത ഓപ്ഷനോ കാര്യങ്ങളൊന്നുമില്ല. അവർക്ക് വീണ്ടും ഈ ഒരു ഫീൽഡിൽ നിൽക്കണമെങ്കിൽ ഇത്രയും വലിയ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലേ പറ്റും. അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ ഒന്നുമല്ല എന്നുള്ളത് അടുത്തറിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും. ഈ ഗുണ്ടകളെന്ന് പറയുന്നവരൊന്നും ചില കാര്യം അടുത്തറിഞ്ഞു കഴിയുമ്പോൾ അവരെ ഉള്ളിൽ പല ജയിലുകളിൽ പെടുന്ന പൊട്ടിക്കരുന്ന പല ഗുണ്ടകളും പല രീതിയിൽ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം അവർക്ക് മാറി ചിന്തിക്കാനൊരു സാഹചര്യം കൊടുക്കാൻ നമ്മളെ സമൂഹം അല്ലെങ്കിൽ ചുറ്റുമുള്ളവരെ ഒന്നും തയ്യാറാവത്തില്ല. അവരൊരു വട്ടം ഗുണ്ടയായിട്ട് വന്നു കഴിഞ്ഞാൽ ജീവിതകാലം മൊത്തവും പിന്നെ അവരെ ആ ഒരു ഫീൽഡിലോട്ട് അവരെ നിർബന്ധിച്ച് കൊണ്ടുപോകുന്ന സാഹചര്യം ഉള്ളത്. ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അവർ ഓപ്പോസിറ്റ് സൈഡിലുള്ളവരുടെ രീതിയിലോ അല്ലെങ്കിൽ വേറെ ഇതിനെ പ്രഷർ ചെയ്ത് അവർക്ക് ആ ഒരു ഫീൽഡിൽ നിന്നേ പറ്റൂ. അങ്ങനെ ആയിപ്പോണതാണ്. ഒന്ന് മാറി ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നവർ തന്നെയാണ് എല്ലാവരും. സന്തോഷമായിട്ട് ജീവിക്കാനും ഫാമിലിയായിട്ട് ജീവിക്കാനും കുടുംബപരമായിട്ട് എങ്ങോട്ടും പോകാനോ പുറത്ത് പോകാനോ സന്തോഷമായിട്ട് ജീവിക്കാനും എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. എല്ലാ സമൂഹത്തിലുള്ളവരും ആഗ്രഹിക്കുന്നത്. പിന്നെ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണിക്കുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സിനിമയും കണ്ട് ഇത് അവരൊരു ബിൽഡപ്പ് ചെയ്ത് നിർത്തുന്നത്. ഇത് എങ്ങനെയെങ്കിലുമൊക്കെ നിന്നേ പറ്റൂ എന്ന്, മരിക്കുന്നവരെങ്ങനെയെങ്കിലും നിന്നേ പറ്റൂ എന്നുള്ള ബിൽഡപ്പ് മാത്രമാണ്. ബാക്കിയല്ലാതെ വലിയ ഇതൊന്നുമില്ല. ആൾക്കാരെ ഉപദ്രവിക്കടിക്കുകയൊക്കെ ചെയ്യുന്ന വെച്ചാൽ അത് ഇപ്പം കൂടുതലും വരുന്നത് വെച്ചാൽ ഈ മയക്കുമരുന്ന് മറ്റുള്ള കാര്യങ്ങൾ കഞ്ചാവ് അടിച്ച് അബ്നോർമലായിട്ടുള്ള കുറച്ച് പിള്ളേരുണ്ട്, അവരാണ് ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഈ അക്രമാസക്തമായിട്ടുള്ള രീതിയിൽ അവർ നോർമലായി കഴിയുമ്പോൾ ഇവരെ മനസ്സിൽ നിന്ന് ഇത് ഫുള്ള് പിന്നെ ചിന്തപ്പാടാണ്. ഇത് ചെയ്യേണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്തു പോയല്ലോ എന്നുള്ളത്. പിന്നെ അത് കാണിക്കാതിരിക്കാൻ വേണ്ടി പോലീസുകാർ അടുത്തിറന്ന് കാണിക്കുന്നത്. അല്ലാതെ വേറൊരു രീതിയിലുള്ള ഒരു ഗുണ്ടയുടെ നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നത്, നമുക്കിതൊരു രീതിയിലുള്ള പ്രശ്നം ഉണ്ടായില്ല. ഇനി ഉണ്ടായാൽ തന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാനില്ല. എല്ലാവരും മനുഷ്യരാണ്, നമ്മളെല്ലാം റിയാക്ട് ചെയ്യും. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോൾ ചിലപ്പം മറ്റ് എതിരെ വരുന്നവർക്ക് കൂടുതൽ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ നമ്മളെ ചിലപ്പോൾ സെൽഫ് ഡിഫെൻസ് ആയിട്ട് വന്നാൽ പോലും നമ്മളും ചിലപ്പം നാളെ പേര് അറിയപ്പെടുന്നത് നമ്മൾ ഗുണ്ടയായിട്ടുള്ള രീതിയിലായിരിക്കും അറിയപ്പെടുന്നത്. അല്ല ആരും അങ്ങനത്തെ ഇതൊന്നുമില്ല. എല്ലാവരുടെ മനസ്സിലും ഒരു നന്മയുണ്ട്. അവർ മാറി ചിന്തിക്കുന്നത്, അതിനൊരു പേടിയുണ്ട്, ഉൾഭയമുണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഇതൊക്കെ മാറ്റാൻ വേണ്ടി ചിലപ്പോൾ മയക്കുമരുന്നോ വല്ലതും കഴിച്ചിട്ടൊക്കെ ആയിരിക്കും ഇതൊക്കെ കിടന്ന് ചെയ്യുന്നത്. അല്ല വേറെ ഒന്നുമില്ല. ഒട്ടനവധി ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്ന 2-3 ദിവസം കൊണ്ട് ഇത്തരത്തിൽ ചിന്തിക്കുന്ന സമയത്ത് ഒരു ആഭ്യന്തരം പരാജയമാണെന്ന് തോന്നുന്നു. ഒരിക്കലും ഇല്ല. ഇത്ര അധികം ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്നു, അവർ ജയിലിൽ ഇറങ്ങിയതിനു ശേഷം ആഘോഷിക്കുന്നു. ഒരിക്കലും അത് ആഭ്യന്തരത്തിന്റെ ഇതായിട്ട് തോന്നുന്നില്ല. ഇത്ര പരാജയമായിട്ടില്ല തോന്നുന്നില്ല. ഗുണ്ടകളെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ കേരളം ഗുണ്ടകളുടെ ഒരു പിടിയിലാണെന്ന് പറയും. വേറെ എങ്ങനെ ചോദിച്ചാൽ പറയാൻ പറ്റും? എന്നാലും ഗുണ്ടാഴ്ച ഉണ്ട്, നമ്മുടെ നാട്ടിൽ ഗുണ്ടാഴ്ച ഇല്ലെന്നല്ല ഉണ്ട്. ഗുണ്ടാഴ്ച ആവശ്യം പോലെ ഉണ്ട്. ആഭ്യന്തരം പരാജയമായിട്ട് തോന്നിയിട്ടുണ്ടോ പോലീസൊക്കെ? അങ്ങനെ തോന്നിയിട്ടില്ല. പോലീസുകാർ അവരുടെ ജോലി ചെയ്യുന്നുണ്ട്. ഗുണ്ടകളുടെ ജോലി ചെയ്യുന്നു. ഈ രണ്ട് ജോലിയും കൂടെ താഴ്ത്തി പോകുമ്പോഴാണ് പ്രശ്നം.